മീനച്ചൂട് ഉച്ചസ്ഥായിയിലെത്തിയതോടെ വിയർത്തു കുളിക്കുകയാണ് പാലക്കാടൻ ജനത. മിക്ക ദിവസങ്ങളിലും 40 ഡിഗ്രിക്ക് മുകളിലാണ് അന്തരീക്ഷ താപനില. പ്രചാരണത്തെയും ചൂട് കാര്യമായി ബാധിക്കുന്നതായി സ്ഥാനാർത്ഥികൾ പറയുന്നു. മാന്യമഹാജനങ്ങളെ, പ്രിയ വോട്ടർമാരെ, ഇങ്ങനെയൊക്കെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണമെന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കൊടും ചൂടാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന ജില്ലയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ പകൽ സമയത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ വളരെയധികം മോശമാണ്. ആകെ മൊത്തം കട്ടപ്പുകയാണ് അവസ്ഥ. വെള്ളം അലർജി ആയിരുന്ന ഫ്രീക്കന്മാർ പോലും കുളി 4-5 നേരമാക്കി. പകൽ പുറത്തിറങ്ങിയാൽ തീർന്നു കഥ. വിയർത്തു കുളിച്ച ഒരു പരുവമാകും. ആകെ ആശ്വാസം ദേ ഇതൊക്കെയാണ്. ഞാൻ ദുബായിലായിരുന്നു, പക്ഷെ നമുക്ക് ഏകദേശം അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് ആ ഒരു ചൂട് പോലെ തന്നെയാണ് നമ്മളിവിടെ ഫീൽ ചെയ്യുന്നത്. അപാര ചൂടാണ്, സഹിക്കാൻ പറ്റാത്തത്. 6 മണി 7 മണി ആകുമ്പോഴേക്കും തന്നെ വേർത്ത് പൊരിച്ച വെയിലാണ്. എന്താ ചെയ്യുക, സഹിച്ചല്ലേ പറ്റും. ഇലക്ഷൻ പ്രചരണത്തിനിറങ്ങുന്ന സ്ഥാനാർത്ഥികളുടെയും അണികളുടെയും കാര്യമാണ് കഷ്ടം. കൊടും ചൂടാണെന്ന് കരുതി വോട്ടർമാരെ കാണാതിരിക്കാനാകില്ല. പിന്നെ ചില ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയാണ് ഇറക്കം. വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കാറുള്ളൂ, വളരെ ലഘുവായിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അതും നോൺ വെജിറ്റേറിയൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അത്യാവശ്യം പഴങ്ങളും മറ്റും ആണ് കഴിക്കാറുള്ളത്. അത്ര വേഗത്തിൽ ചൂടേൽക്കാത്ത പാലക്കാട്ടുകാർ പോലും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.